ഈ വർഷത്തത് പനിയോട് കൂടിയിട്ടുള്ള ഒരു ഓണായിരുന്നു എന്ന് വെച്ചിട്ട് ആർഭാടങ്ങൾക്കൊന്നും ഒരു കുറവില്ലായിരുന്നു കേട്ടോ. പിറ്റേന്ന് ഓണത്തിനേക്കുള്ള ഓരോ ഒരുക്കങ്ങളും തലേദിവസം രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സദ്യക്ക് വേണ്ട ഏകദേശം കാര്യങ്ങളും ഞങ്ങൾ തലേദിവസം രാവിലെ തന്നെ റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ പൂവ് ഇറുക്കാൻ നിന്നു. അങ്ങനെ പരിപാടികളൊക്കെ നേരത്തെ തീർത്ത് വെച്ചിട്ട് അച്ഛനമ്മേനെ സോപ്പിട്ട് മക്കളെയൊക്കെ അവരുടെ അടുത്ത് ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ മാളിലേക്ക് പോയി മൂവി കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്നാം ഓണത്തിന്റെ അന്ന് ഇത്രയും റിസ്ക് എടുത്ത് രാത്രി 10:15 ഷോ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അത് വേറൊറ്റ സിനിമയല്ല, ലോക ചാപ്റ്റർ 1 ആണ്. ഈ ഒരു മൂവിക്ക് പിന്നെ നമ്മളായിട്ട് വലിയ ഹൈപ്പൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്കൊരു കാര്യം പറയാനുള്ളൂ, തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് ഏകദേശം 1 മണിയാകുമ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തി ഒന്ന് കണ്ണടയ്ക്കുമ്പോഴത്തേക്ക് രാവിലെയായി. പിറ്റേന്ന് പിന്നെ പൂടലും സദ്യ ഉണ്ടാക്കലായിട്ട് നല്ലൊരു തിരക്ക് തന്നെയായിരുന്നു. ആ ഒരു തിരക്കിനിടയിലാണ് ഗൾഫിലുള്ള ഷിനോജി വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പൊന്നുവിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തു വിട്ടത്. അതിനുശേഷം കുറച്ച് സമയം പൊന്നൊന്ന് ലാഗടിച്ച് നിന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പൂക്കളം റെഡി ആയത് ഏകദേശം 8 മണിയായപ്പോഴാണ്. അങ്ങനെ പൂവ് ഇട്ട് കഴിഞ്ഞ് പൊന്നു 2 പേർക്ക് വേണ്ടി തയ്പ്പിച്ചിട്ടുണ്ടായിരുന്ന ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു, അതും ഇടിച്ചിട്ട് അവരൊരുക്കി നിർത്തി. എനിക്ക് ഏറ്റവും കൂടുതൽ അത്ഭുതം തോന്നിയത് എന്തും കൈയിട്ട് വാര്യം കൊളാക്കുകയും ചെയ്യുന്ന മോള് പൂവ് ഒന്ന് തൊട്ട് നോക്കുക പോലും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും വെക്കാൻ പറ്റുമായിരുന്നു. പിന്നെ അമ്മ ഈ വിളക്ക് കത്തിച്ച് വെച്ചത് ഓണപ്പട്ടം വന്ന സമയത്താണ്. ഓണപ്പട്ടം എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ മാവേലിക്ക് വരെ വീടുകളിൽ വരുന്നത് ഓണപ്പട്ടനാണ്. ഞങ്ങളുടെ നാട്ടിൽ മാത്രമുള്ള ഒരു ഇതാണോ എന്ന് അറിയില്ല. ഇതുപോലെ വേഷം കെട്ടിയിട്ട് മക്കളൊക്കെ പേടിപ്പിക്കുകയോ പിന്നെ അലോടുകയൊക്കെ ചെയ്യുന്ന ഒരു കലാരൂപമാണ്. ഇതാണെങ്കിലും ഓണത്തിന് ഓണപ്പട്ടം വീടുകളിൽ കയറുന്നത് ഒരു ഐശ്വര്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഞാൻ പൈസയൊക്കെ കൊടുത്ത് അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് ഓണപ്പട്ടനെ യാത്ര അയച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. കാരണം അത്രയും നേരമായിട്ട് സദ്യ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പ്രോപ്പർ സദ്യ ഒന്നുമല്ല. ഞങ്ങൾ ഈ മലബാറുകാർക്ക് സദ്യ എന്ന് പറയുമ്പോൾ സൈഡിലായിട്ട് ചിക്കനും ബീഫും കാണും. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ സദ്യയിലും ചിക്കനും ബീഫൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡും കഴിച്ച് പായസവും കുടിച്ച് പൂവും വാരിയിട്ട് ഈ വർഷത്തെ ഓണങ്ങ് അവസാനിപ്പിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ.